സ്വരമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന ക്രിസ്തുവിൻ്റെ വചനം ഇവിടെ പ്രസക്തമാണ്. ദൈവവചനത്തെ വചന ശുശ്രൂഷയിൽ ആത്മീയ ഭോജനമായി നമുക്ക് ലഭിക്കുന്നു. ശബ്ദമുയർത്തി പാടിടുവിൻ എന്ന ഗാനത്തെ ത്രൈശുദ്ധ ഗീതം എന്നാണ് വിളിക്കുന്നത്. പരിശുദ്ധി തന്നെയായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് വേദപുസ്തക വായനയിലേക്ക് നാം കടക്കുന്നത്. വിശുദ്ധ കുർബാനയിൽ 4 വായനകളാണ് ഉള്ളത്. 2 പഴയ നിയമ വായനകളും 2 പുതിയ നിയമ വായനകളും. പുതിയ നിയമത്തിലെ വചനങ്ങൾ ഉൾക്കൊള്ളുവാൻ പഴയ നിയമ വായനകൾ നമ്മെ സഹായിക്കുന്നു. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ തെസലോനിക്കാർക്ക് എഴുതിയ ലേഖനം. സഹോദരരെ, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ ബഹുമാനിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, ലേഖനം വായിക്കുമ്പോൾ സ്ലീഹന്മാരാണ് നമ്മോട് സംസാരിക്കുന്നത്. അങ്ങനെ സ്ലീഹന്മാർ മിശിഹായിലേക്ക് പോകുവാൻ നമ്മെ ഒരുക്കുകയും ചെയ്യുന്നു. ഹല്ലേലൂയാ പാടിടുന്നേ, ഹല്ലേലൂയാ 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 പാടിടുന്നേ. ലേഖനം വായിച്ചു കഴിയുമ്പോൾ വൈദികൻ ശുശ്രൂഷികളോടുകൂടി പ്രദക്ഷിണമായി മദ്ബഹായിലേക്ക് പോകുന്നു. അവിടെ നിന്ന് സുവിശേഷവും കൈകളിലേന്തി പ്രദക്ഷിണമായി ബേമയിലേക്ക് വരുന്നു. പുരോഹിതൻ സുവിശേഷ ഗ്രന്ഥം കൊണ്ട് മുഖം മറച്ചു പിടിക്കുന്നത് മിശിഹായാണ് കേന്ദ്രബിന്ദുവെന്ന് സൂചിപ്പിക്കുവാൻ വേണ്ടിയാണ്. പുരോഹിതൻ സുവിശേഷം വായിക്കുമ്പോൾ ക്രിസ്തുവാണ് നമ്മോട് സംസാരിക്കുന്നത്. പുരോഹിതൻ വചനം വ്യാഖ്യാനിച്ചു തരുമ്പോൾ വചനത്തിൻ്റെ അർത്ഥം ക്രിസ്തു നമ്മൾക്ക് മനസ്സിലാക്കി തരുകയാണ്. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കാറോസൂസ എന്ന വാക്കിന്റെ അർത്ഥം പ്രഘോഷണ പ്രാർത്ഥന എന്നാണ്. നമ്മുടെ യാചനകൾ നമ്മൾ ദൈവത്തിന് അർപ്പിക്കുകയാണ് ഈ പ്രാർത്ഥനയിലൂടെ. കാറോസൂസയുടെ സമാപനമായി വൈദികൻ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ദൈവജനത്തിന്റെ പ്രാർത്ഥന ദൈവത്തിന് സമർപ്പിക്കുന്നു. കൈകൾ വിരിച്ചു പിടിക്കുന്നത് കുരിശുമരണത്തെയാണ് സൂചിപ്പിക്കുന്നത്.
നൽകുക എന്റെ നല്ല ദൈവമേ. കാഴ്ചയായി ഞാനേകുന്നു എന്നെയും എൻ സർവവും നിന്റെ മുൻപിലായിതാ. സ്വീകരിക്കണമേ പ്രഭോ. കാസയും പീലാസയും ധൂപിക്കുന്നത് അവയെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ്. പീലാസയിലും കാസയിലുമായി അപ്പവും വീഞ്ഞും തയ്യാറാക്കുന്നത് കർത്താവിന്റെ പീഡാനുഭവത്തെ സൂചിപ്പിക്കുന്നു. കാസയിൽ വീഞ്ഞൊഴിക്കുന്നത് ഈശോയുടെ പീഡാനുഭവത്തെയും രക്തച്ചൊരിച്ചിലിനെയും സൂചിപ്പിക്കുന്നു. ജലം ചേർക്കുന്നത് നമ്മുടെ കർത്താവിന്റെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ വീഞ്ഞും വെള്ളവും ഒന്നായി തീരുന്നത് പോലെ ആരാധനാ സമൂഹം മിശിഹായോട് ഒന്നായി ചേരുന്നു. ഈ ഗാനത്തെ ദിവ്യരഹസ്യ ഗീതമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ബലിവസ്തുക്കൾ ബലിപീഠത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് വൈദികൻ കൈകൾ കഴുകി തന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ബലിവസ്തുക്കളുമായി അൾത്താരയിലേക്ക് വൈദികൻ കയറുമ്പോൾ ഈശോ ഗാഗുൽത്ത മലയിലേക്ക് സ്വയം ബലിയായി അർപ്പിക്കപ്പെടുന്നതിനെ സൂചിപ്പിക്കുന്നു. ബലിവസ്തുക്കൾ കുരിശാകൃതിയിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഈശോയുടെ കുരിശുമരണത്തെ സൂചിപ്പിക്കുന്നു. കാസയും പീലാസയും തമ്മിൽ 3 പ്രാവശ്യം മുട്ടുന്നത് ഈശോ ക്രൂശിക്കപ്പെട്ട 3-ാം മണിക്കൂറിനെ സൂചിപ്പിക്കുന്നു. ബലിവസ്തുക്കൾ ശോശപ്പ കൊണ്ട് മൂടുന്നത് കർത്താവിന്റെ തിരുശരീരം സംസ്കരിച്ചതിനെ സൂചിപ്പിക്കുന്നു. ബേമയിൽ നിന്ന് മദ്ബഹായിലേക്ക് പോകുന്നതിന് മുമ്പ് വൈദികൻ കുമ്പിട്ട് പ്രാർത്ഥിക്കുന്നത് അതിവിശുദ്ധ സ്ഥലമായ മദ്ബഹായിൽ പ്രവേശിച്ച് ബലിയർപ്പിക്കാൻ ആവശ്യമായ ഭക്തി, ശ്രദ്ധ, വിശുദ്ധി, വിശ്വാസം, ശുദ്ധമായ ഹൃദയം, വെടിപ്പായ മനസാക്ഷി എന്നീ ആന്തരിക ഗുണങ്ങൾക്കു വേണ്ടിയാണ്. കർത്താവായ ദൈവമേ, കഴുകി ശുദ്ധമാക്കപ്പെട്ട ഹൃദയത്തോടും വെടിപ്പാക്കപ്പെട്ട മനസാക്ഷിയോടും കൂടെ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ഭക്തിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അങ്ങയുടെ ബലിപീഠത്തിന് മുമ്പാകെ നിൽക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആധ്യാത്മികവും മാനുഷികവുമായ ബലികൾ യഥാർത്ഥ വിശ്വാസത്തോടെ അങ്ങേക്ക് അർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. സർവശക്തതാതനാമേകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ സ്വർഗസ്ഥനായ പിതാവിൽ ആരംഭിച്ച് പുത്രനായ ഈശോയിൽ സാക്ഷാത്കരിക്കപ്പെട്ട പരിശുദ്ധാത്മാവിൽ സഭയിലൂടെ ചേർന്ന് കർത്താവിൻ്റെ പ്രത്യാഗമനത്തോടെ സ്വർഗത്തിൽ പൂർത്തിയാക്കപ്പെടുന്നതാണ് രക്ഷാകര പദ്ധതി. ഇതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ കാതൽ.